പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, തിരുഹൃദയ മാസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അഭിഷേകങ്ങളും കർത്താവേ ഇത് കാണുന്ന സകല മക്കളിലേക്കും അങ്ങ് ഒഴുക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, സമാധാനമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അഭിഷേകം മുഴുവൻ പകരാൻ തക്ക വിധത്തിലൊരു കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നന്നായിട്ട് കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് അച്ഛൻ അറിയാം. നന്നായിട്ട് ബലി അർപ്പിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മാസം ഇപ്പോൾ നോക്കിയേ, പരിശുദ്ധ കുർബാന നാളെ സാബത്ത്, ആദ്യത്തെ സാബത്തിലെ ജൂൺ മാസത്തിലെ ആദ്യത്തെ സാബത്താണ്. നാളെ നല്ല ഒരുക്കത്തോടു കൂടി ബലി അർപ്പിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പിന്നെ നോക്കിയേ, നമ്മുടെ ഇന്നലെ കുട്ടികൾ തീപ്പന്തങ്ങളായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല സഹോദരങ്ങൾ. വന്ന കുട്ടികൾ അവർ തീപ്പന്തങ്ങളായിരുന്നു. അവരോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും, നല്ല ആഗ്രഹമുള്ളവർ മാത്രം നിർബന്ധിച്ചിട്ട് ആരും ഇടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളൊക്കെ സമയം കാര്യങ്ങളൊക്കെ അവരോട് പറയാം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അച്ഛൻ അത് അവരെ കോർഡിനേറ്റ് ചെയ്യും. എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് സമയം. അതുപോലെ തന്നെ അവരുടെ പിന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ സെൻറ്ററിൽ വന്ന് കുറച്ചേരൊക്കെ പ്രയറും കാര്യങ്ങളും അച്ഛൻ ലീഡ് ചെയ്യും. അത് അച്ഛൻ നേതൃത്വം കൊടുക്കും. അച്ഛനല്ലെങ്കിൽ നമുക്കിവിടെ സിസ്റ്ററുള്ള കാര്യം അറിയാമല്ലോ, അപ്പോൾ സിസ്റ്റർ അതിന് നേതൃത്വം കൊടുക്കും. അങ്ങനെ ശരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു പരിശീലനം. അത് ശരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടുകാരും നിർബന്ധിച്ച് വരണ്ട, ഇനി വീട്ടുകാർക്ക് സമ്മതമില്ലെങ്കിലും വരണ്ട. ഇത് രണ്ടും ഉണ്ട്. അതായത് കുട്ടികൾക്കും ആഗ്രഹം വേണം, മുതിർന്നവർക്കും ആഗ്രഹം വേണം എന്നാൽ മാത്രം. കാരണം ഫോർമേഷൻ, പ്രിയ സഹോദരങ്ങളെ, അത് ഇതിൽ ആരെങ്കിലും കുട്ടി സഹകരിച്ചില്ലെങ്കിലും മാതാപിതാക്കൾ സഹകരിച്ചില്ലെങ്കിലും അച്ഛന് വലിയൊരു ഭാരമായിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ നിരന്തരം അവരുടെ കൂടെ സഹഗമനം എന്നൊക്കെ പറയുന്നില്ലേ, അവരുടെ കൂടെ നടന്നില്ലെങ്കിൽ എല്ലാ മേഖലയിലും വലിയൊരു വിഷയമാണ്. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റാണ്, രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. അത് നമ്മൾ വലിയൊരു നമ്പറിനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഒരു 8 പേര്, ഒരു 10 പേരൊക്കെ മാക്സിമം, ആൺകുട്ടികളുടെ ആണെങ്കിലും പെൺകുട്ടി. അപ്പോൾ അച്ഛനെ കുറേ കൂടി അവരെ ഇൻഡിവിജ്വലായിട്ട് അവരുടെ വിശ്വാസത്തെ പരിശീലിപ്പിക്കാനായി. വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിള്ളേരുടെ ബുദ്ധിയൊക്കെ തെളിയും. വിശ്വാസം ശരിക്കും പകർന്നു കഴിഞ്ഞാൽ ഇതെന്താണെങ്കിലും തലയുടെ ഉള്ളിൽ ലോകം കംപ്ലീറ്റ് കയറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾ ആദ്യം മാതാപിതാക്കൾ പറയാൻ പോണ കാര്യം എനിക്കറിയാം. ട്യൂഷൻ ഉണ്ടാവും, വെച്ചാൽ മതി, അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെയല്ലേ. അതൊക്കെയായി നിങ്ങളിരുന്ന് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ പ്രിയ സഹോദരൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്കൊരു ആത്മീയ പരിശീലനം നമ്മളായിട്ടോ കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ള എനിക്കൊരു ശക്തമായൊരു പ്രചോദനത്തിൻ്റെ പുറത്താണ് അച്ഛനത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ മാതാപിതാക്കൾക്കും താല്പര്യം വേണം, മക്കൾക്കും താല്പര്യം വേണം. കുറച്ച് ടൈം നമ്മൾ ഈശോയ്ക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണം. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ആഗ്രഹമുള്ള ഒരു 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12 വരെയുള്ള കുട്ടികളെയാണ്, ആ ഒരു 4 വർഷക്കാരെയാണ് അങ്ങനെ ഒരു ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ നമ്മൾ ശനിയാഴ്ചയായിരിക്കും, അച്ഛൻ്റെ കൂടി സൗകര്യം നോക്കിയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് നേരം ഒന്നുപോലെ അച്ഛൻ ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റർ. ഇനി ഇത് പറ്റിയില്ലെങ്കിൽ ഇതും രണ്ടു പേർക്ക് അസൗകര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ബേബി പോൾ മാസ്റ്ററോ അങ്ങനെ ആരെങ്കിലും മുതിർന്ന സീനിയറായിട്ടുള്ള ശുശ്രൂഷകരുണ്ട് നമുക്ക്. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ, കാരണം കുട്ടികളെ ഇനി മുതൽ അവരെ നമ്മൾ ശരിക്ക് അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് അങ്ങനൊരു നല്ല മനസ്സുണ്ട് എങ്കിൽ അത് അവരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം അവരെ ഉയർത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു കാര്യം അച്ഛൻ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. യൂഥത്തിൻ്റെ പുസ്തകമാണെന്ന് ധ്യാനിക്കുന്നത് 9:11. അവിടെ വചനം പറയാണ്, അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അതായത് മാനുഷികമായ രീതിയിലല്ല കാര്യങ്ങൾ. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ, അവശരെ താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. അതാണ് നമ്മുടെ കർത്താവ്, പ്രിയ സഹോദരങ്ങളെ. അതായത് ലോകപ്രകാരമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ ശരിക്ക് ഇവനെ വലിയ കഴിവും കാര്യങ്ങളൊന്നും ഇല്ല, അവനെ മാറ്റാം അങ്ങനെ. പക്ഷേ കർത്താവ് അങ്ങനെയല്ല. അവന് കഴിവൊന്നുമില്ല, പക്ഷെ അവൻ വിശ്വസ്തനാണ്, ഈശോയോട് ദൈവഭക്തിയുണ്ട്, അവന് കർത്താവ് വളർത്തും. അതാണ് അച്ഛൻ നേരത്തെ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. നമ്മുടെ മക്കൾക്ക് ഇച്ചിരി കഴിവ് കുറഞ്ഞാലും അവർക്ക് വിശ്വാസവും കൃപയും അവരിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ദൈവം അവരെ വളർത്തും. എൻ്റെ മാതാപിതാക്കളെ ഇതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? അപ്പോൾ നമ്മുടെ മക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കാനായിട്ട് നല്ല ഉത്കടമായ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. യേശു നിങ്ങളെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് ഈ ഒരു മാസം
വലിയൊരു തിരുഹൃദയത്തിൻ്റെ വലിയൊരു അഭിഷേകം നിങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.